ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് കുറച്ചധികം ദിവസങ്ങളായി. ഇതിപ്പം നടന്നിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി. എഡിറ്റ് ചെയ്യും അവിടെ വയ്ക്കും, എഡിറ്റ് ചെയ്യും അവിടെ വയ്ക്കും എന്നുള്ളൊരവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് തന്നെ മടി പിടിച്ച് അവിടെ നിന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ, വീണ്ടും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇതാ ഞാൻ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. സിംഗിൾ പാരൻറ്റിങ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഷെടപെട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആനുവൽ ഡേൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് തകൃതിയായിട്ട്. അപ്പോൾ ഇന്ന് സ്കൂളിൽ നിന്ന് നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും അടിപൊളിയായി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വൈബുള്ള ഒരാളാണ്. എന്താ ഞാൻ പറയട്ടെ, നല്ലൊരു ടീമിനെ കിട്ടുക എന്ന് വെച്ചാൽ ഇറ്റ്സ് റിയലി എ ബ്ലെസ്സിങ് അല്ലേ. എസ്പെഷ്യലി നമ്മൾക്കൊരു സ്കൂളിലൊക്കെ ഒരു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ വൈബിലുള്ള കുറച്ച് കൊളീഗ്സും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പൊളിക്കും. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ വന്ന് പെട്ടത്. താങ്ക് ഗോഡ്. എന്തായാലും നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറിലും അല്ലെങ്കിൽ സ്കൂളിലും എനിക്ക് കയറാൻ പറ്റിയെന്നുള്ളത് ദൈവത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. സെയിം വൈബുള്ള ഫ്രണ്ട്സിനെ കിട്ടുക അതും ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഇന്നിപ്പം എനിക്ക് കുറച്ച് ലേറ്റായിട്ടേ പോകുള്ളൂ. കുട്ടികൾക്ക് പൊന്നൂസിനും രാവിലെ പറഞ്ഞയക്കണം. അപ്പോൾ ഉണ്ണിക്കുട്ടന് ഇന്ന് സ്കൂളില്ല, കാരണം അവർ ഇന്നലെ ടൂർ പോയതുകൊണ്ട് ഇന്ന് അവർക്ക് ലീവ് കൊടുത്തിരുന്നു. അവൻ പഠിക്കുന്നത് സ്പ്രിംഗ്ഫീൽഡ് വക്ര. അപ്പോൾ അതാ ചെറിയാക്കേ പോകണ്ടു. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള ചോദ്യത്തിനായിരുന്നു പൊന്നൂസ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതാ രാവിലത്തെ സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ എനിക്കിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പോകണ്ടു. അപ്പോൾ ആ സമയത്താണ് ബസ്സൊക്കെ വരുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ അവനെയും കൂടി ഞാൻ താഴേക്ക് പോവാണ്. ഓലി ഇൻ്റർനാഷണൽ സ്കൂളിലാട്ടോ പഠിക്കുന്നത് കുഞ്ഞുമോൻ. അപ്പോൾ KGക്ക് 8 o'clock 7:50 ആകുമ്പോഴേ ബസ് വരും. അതിനുശേഷം ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നു, ഒന്ന് റിലാക്സ് ചെയ്തു കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റ് ക്ഷീണമൊക്കെ മാറ്റി. കാരണം 3 ദിവസവും ഞങ്ങൾ ലേറ്റായിട്ടാണ് സ്കൂളിൽ നിന്ന് എത്തിയത്. എനിക്ക് തോന്നി ഏകദേശം 8 മണിയായി. പിന്നെ ഡേ 1 10-11 മണിയായി. പിന്നെ 1 മണിയൊക്കെ ആയി. ഇത് നമ്മുടെ മാതാവിൻ്റെ ലോക്കറ്റാട്ടോ. എൻ്റെ കൂടെയുള്ളതൊക്കെ അച്ചായത്തികളാണ്. അപ്പം ആ ഒരു വിശ്വാസം കൊണ്ട് ഞാനും ഇത് ഇട്ടു. അപ്പോൾ 2 പ്രാവശ്യം എനിക്ക് ദൈവത്തിൻ്റെ വിളി വന്നു എന്ന് തന്നെ പറയാം. കൃപാസന മാതാവിൻ്റെയാണ് കേട്ടോ ആ രൂപം. അപ്പോൾ ഞാൻ 8th to 10th ഞാൻ പഠിച്ചിരുന്നത് ക്രിസ്ത്യൻ സ്കൂളിലാണ്. ആ സമയത്തൊക്കെ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നെങ്കിലും എനിക്കൊരു എന്താ പറയുക, ഒരു വിശ്വാസം എന്ന് പറയുന്നുണ്ടായിരുന്നില്ല. ദൈവങ്ങളൊക്കെ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെങ്കിലും ഈ ഒരു മാതാവും കൂടി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, കൃഷ്ണനും മുത്തപ്പനും എല്ലാവരും എൻ്റെ കൂടെ നിന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഷിഫ്റ്റിംഗ് കൂടി ചെയ്യാൻ പോവാണ്. ആനുവൽ ഡേ നടക്കുന്ന ഒരു ഭാഗത്ത്, അപ്പോൾ സ്കൂളിൽ പോകണം. അതിൻ്റെ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ വേറെ നടക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചെറുപയറും ദോശയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഞാൻ നേരെ പാർലറിലേക്ക് പോയി. എപ്പോഴും അറിയാം ഹെയർ സ്റ്റൈൽ വേണ്ട എന്ന് കരുതി ഒന്ന് മാറ്റിപ്പിടിക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഹെയർ സ്റ്റൈലൊക്കെ കുറച്ചൊരു മാറ്റം വന്നു. നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. സമയം 2:20 ഞാൻ ആനുവൽ ഡേക്ക് പോവുകയാണ്. നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഡേ 1 നമ്മൾ ബ്ലൂവും സിൽവറും കൂടി മാച്ച് ചെയ്യാണ്. ബ്ലൂവിൻ്റെ ഫാമിലി ആവാൻ മറ്റുള്ള ടീച്ചേഴ്സ് എങ്ങനെ വരുന്നതെന്നറിയില്ല. ഞാൻ എന്താ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ ഒരു ചെയിനും ജസ്റ്റ് ഒരു ഹാഫ് പെയർ ഓഫ് ഇയറിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെയറിന് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ വർഷം കഴിഞ്ഞു ബസ് വന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ സ്കൂളിൽ എത്തിയിട്ട് കാണാം. ബൈ. അങ്ങനെ ബസ് വന്നു. ബസ്സിലേക്ക് കയറാൻ പോവാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ടീമാണിത്. അതിനുശേഷം വൈകിട്ട് ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെയും അഭിപ്രായമാണ് ഹലോ മമ്മി കാണാൻ പോവുക എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, 8 നിലയിൽ പൊട്ടിയ ഞാൻ ഹോട്ടലിൽ പോയിട്ട് അടിപൊളിയായിട്ട് നാണം കെട്ടിരിക്കുക കേട്ടോ. കാരണം അന്ന് ഞാൻ പോയ ദ മാൾ എന്ന് പറയുന്ന തിയേറ്ററിൽ ആ മൂവി ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ നേരെ ഫുഡ് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഫുഡ് കഴിച്ചത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. കടല ട്രൈ ചെയ്തോ കേട്ടെ. കൊള്ളാം, ഒരു വെറൈറ്റി. അങ്ങനെ ഫുഡും കഴിച്ച്
നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള കഞ്ഞിയും പയറും കുറച്ച് പപ്പടം കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. നെക്സ്റ്റ് ഡേ 2. Today we are going to celebrate our 21st Founders Day. അപ്പോൾ ദാ സിനിമയും കഴിഞ്ഞ് രാത്രി കൃത്യം 1:58 2 ആവാറായി. ആനുവൽ ഡേ കഴിഞ്ഞിട്ട് നേരെ ഫിലിം കാണാൻ പോയി. ആനുവൽ ഡേ കഴിഞ്ഞിട്ട് വരുമ്പോൾ 10:30 ആയിട്ടോ. അപ്പോൾ ഓക്കെ, ഒരു എന്താ പറയുക, മൈൻഡ് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. കുട്ടികളും പുള്ളിയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അയ്യോ, മസ്റ്റ് വാച്ച് മൂവിയാണ് ഞാൻ പറയും കേട്ടോ. ഹലോ മമ്മി, മസ്റ്റ് വാച്ച് മൂവി. ചിരിക്കാനുണ്ട്, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്, കുറച്ച് പേടിക്കാനുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും കുറച്ചൊക്കെ പേടിച്ചു പോയി. അടിപൊളി ക്ലൈമറ്റാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഫുള്ള് ബാക്കിൽ ഞാൻ തണുത്ത് വർക്കാണ്, വർക്കാണ്. സെറ്റഡാണ്, നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. എന്തായാലും ഞാൻ പോയിട്ട് എന്തെങ്കിലും റോള്, ചിക്കൻ റോളോ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും വാങ്ങിച്ച് കുടിക്കട്ടെ. ഇനിയിപ്പോൾ നാളെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കാരണം നാളെ ഹോളിഡേ ആണ്, സൺഡേ വീണ്ടും വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ December 1 എന്തായാലും റൂം മാറാൻ പറ്റില്ലല്ലോ. മാറിയാൽ തന്നെ എനിക്ക് ടൈമില്ല. അപ്പോൾ സൺഡേ ആണ്, വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് നേരെ വീണ്ടും റൂം മാറുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നാളെ റൂം മാറട്ടെ. എന്നാൽ ഞാൻ എന്തെങ്കിലും കൃത്യം 2 മണി കാണുന്നുണ്ടോ, കൃത്യം 2 മണി. ഭ്രാന്ത് പിടിക്കുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്യാപ്പച്ചീനിയും ഒരു റോളും കഴിച്ച് ഇന്നത്തെ ഡേ ഞാൻ അവസാനിപ്പിച്ചു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഡേ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, സീ യു.